യെസ്, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സിലേക്ക് വന്നാലേ ഈ ഹോർമൂസിലൂടെ കപ്പൽ കടത്തിവിടുന്നത് ഇനിയും ഇറാൻ തടഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നിലവിൽ ട്രംപ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ളം ഞങ്ങൾ മുട്ടിക്കുമെന്ന മറുപടി ഇപ്പുറത്ത് ഇറാൻ വിദേശകാര്യമന്ത്രിയും നൽകുന്നുണ്ട്. അതൊരു പ്രഷർ ടാക്ടിക്സ് ആയിരിക്കുമോ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇത് 23 ദിവസം ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നിട്ടും ആ ദിവസങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്ക എവിടെ ബേസ് ടാർഗറ്റ് ചെയ്താണ് ആക്രമണമെങ്കിലും അത് ആ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത് ചില്ലറ ഭീതിയും ആശങ്കയും നാശനഷ്ടങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഇറാൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രഷർ മൂവ് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല? അതോ അവരുടെ ആ പ്രഷർ അല്ലെങ്കിൽ ആ സമ്മർദ്ദം അമേരിക്കയും ഇസ്രായേലും പരിഗണിക്കാതിരിക്കുകയാണോ? അതോ സീരിയസ് ആയി ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു ശ്രമമോ ഇടപെടലോ തോന്നലോ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നില്ലേ ഈ സമയവും? പന്ത് ഗൾഫ് രാജ്യങ്ങളുടെ കോർട്ടിലാണ് ഇപ്പോൾ എന്ന് നിസ്സംശയം പറയാം. ഇറാൻ ആഗ്രഹിച്ചതും ഒരുപക്ഷെ അത് തന്നെയാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ ആദ്യം അമേരിക്കൻ സേനാ താവളങ്ങൾ, പിന്നീട് ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാനമായ ചില മേഖലകൾ, പിന്നീട് ഒരുപക്ഷെ ഗൾഫിന്റെ സാമ്പത്തിക സ്രോതസ്, അത് എണ്ണ സ്രോതസ്സാണ്, പിന്നീട് വരാനുള്ളതാണ് കുടിവെള്ള പദ്ധതികൾ, ഡീസാലിനേഷൻ പ്ലാന്റ്. ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളെ വളരെ വളരെ വൾനറബിൾ ആക്കുന്നു. അതുകൊണ്ട് ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന വളരെ ശക്തമായ ആക്രമണം അത് ഒഴിവാക്കണമെങ്കിൽ ഗൾഫ് ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പോയിന്റായി നിലനിൽക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനാവും. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ സുരക്ഷിതമാക്കിയില്ല എങ്കിൽ, ഹോർമൂസിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ അനുവദിച്ചില്ല എങ്കിൽ ഇറാന്റെ ഉള്ളിലെ ഊർജ നിലയങ്ങൾ ആക്രമിക്കും. അതായത് ഈ പ്ലാന്റുകൾ, ന്യൂക്ലിയർ പ്ലാന്റുകൾ മാത്രമല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ മാത്രമല്ല, കൺവെൻഷണൽ ഈ മറ്റ് പ്ലാന്റുകൾ, തെർമൽ പ്ലാന്റുകൾ ഉൾപ്പെടെ ആക്രമിക്കും എന്ന ഒരു ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളത്. അതിനുള്ള മറുപടി, ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കും. കാരണം ജനവാസ മേഖലകൾ ഇപ്പോഴും കേന്ദ്രീകരിച്ചിട്ടില്ല. ആദ്യ റൗണ്ടുകളിലൊക്കെ ഇറാൻ ആക്രമണം നടത്തിയത് എക്രോസ് ദ പേർഷ്യൻ ഗൾഫ്, അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ, നാവിക താവളങ്ങൾ, വ്യോമതാവളങ്ങൾ, സൈനിക താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ കൃത്യമായി തെരഞ്ഞുപിടിച്ചാണ് ആക്രമണം നടന്നത്. കുറെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് തീർച്ചയായും. പക്ഷേ അടുത്ത റൗണ്ടിൽ ഇപ്പം ഇതിനെ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന് പറയും. ഇറാന്റെ ഈ വലിയ ഒരു ഐലൻഡ് ദ്വീപ്, എണ്ണ സമ്പന്നമായ ദ്വീപ് ആക്രമിച്ചപ്പോൾ അത് എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിലാണ്. അത് മാത്രമല്ല സൗത്ത് പാസ് ഈ എണ്ണപ്പാടം ആക്രമിച്ചപ്പോൾ, വാതക പാടം ആക്രമിച്ചപ്പോൾ ഇറാന് സഹിക്കാവുന്നതിൽ അധികമാണ്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളായിരിക്കും അടുത്ത ഘട്ടത്തിൽ. ആക്രമണം നീണ്ടു നിന്നാൽ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് ആക്രമിക്കുന്നതിന് ബദലായി ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക സ്രോതസ്, എണ്ണ സംഭരണശാലകൾ, എണ്ണ ഉത്പാദന മേഖലകൾ, റിഫൈനറികൾ, എണ്ണപ്പാടങ്ങൾ എന്നുവേണ്ട എണ്ണയുമായി ബന്ധപ്പെട്ടതും ജലം വളരെ പ്രധാനപ്പെട്ട അമൂല്യമായ നിധിയാണ്. ആ പ്രദേശത്തെ ജലം, കടലിൽ നിന്നും ജലം കരയിലേക്ക് കൊണ്ടുവന്ന് ഡീസാലിനേഷൻ മാറ്റിയെടുത്ത് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്ലാന്റുകളാണ് ഇറാനുള്ളിലും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. അങ്ങനെയാണ് ജലത്തിന്റെ സ്രോതസ്. അവിടേക്ക് ആക്രമണം വ്യാപിച്ചാൽ സർവനാശമാണ്. ജലം കിട്ടാതെ ജനം വല്ലാതെ പ്രതിമുട്ടും. അതൊന്നും എയർലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യങ്ങളല്ല. അവിടെയാണ് സംയമനം ഇരുപക്ഷവും സംയമനം പാലിക്കേണ്ട അവസ്ഥയിലാണ്. അതാണ് ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങ് തുടരും. MCA നാസർ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. MCA, ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിനോട് ചോദിച്ചതും അത് തന്നെയായിരുന്നു. 23 ദിവസം യുദ്ധം പിന്നിടുകയാണ്. തുടക്കം മുതൽ ഇറാന്റെ ഒരു പ്രഷർ ടാക്ടിക്സ് എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ അമേരിക്കയോടും ഇസ്രായേലിനോടും ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തും. അങ്ങനെ യുദ്ധം അവസാനിക്കണം എന്നതായിരുന്നു ഇറാന്റെ മനസ്സിലുണ്ടായത്. പക്ഷേ 23 ദിവസം പിന്നിടുമ്പോഴും ഇത്രയും വലിയ ആശങ്കയും ഭീതിയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വിതയ്ക്കുമ്പോഴും, അല്ലെങ്കിൽ ആൾനാശം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും വളരെ സീരിയസ് ആയ ഒരു മൂവ്, യുദ്ധം നിർത്തുന്നതിനുള്ള വളരെ സീരിയസ് ആയ മൂവ് അത് ഈ അവസാന സമയത്തെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. അത് ഉണ്ടാകുമ്പോഴും അത് അമേരിക്കയോ ഇസ്രായേലോ അവഗണിക്കുകയാണ്.
സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പൊതുസമ്മേളനം റിയാദിൽ ചേർന്നിരുന്നു. ആ സമ്മേളനത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടായി. അതിലേറ്റവും പ്രധാനമായത് ഗൾഫ് രാജ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം അത് ഇറാൻ ഉപേക്ഷിക്കേണ്ടതുണ്ട്, അത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സൗദി വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. വിദേശകാര്യ വിദഗ്ധൻ